1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയിലോട്ട് 2 മുട്ടയും 1/4 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വനില എസൻസും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തൊന്ന് അടിച്ചതിന് ശേഷം ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പൗഡറും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1/2 കപ്പ് പാൽ, 25 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്, 1.5 ടേബിൾ സ്പൂൺ ബട്ടറും 1 പിഞ്ച് കോഫി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിൽ വെച്ച് അരമണിക്കൂർ സമയം ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ സൂപ്പറായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.